ഹലോ ഫ്രണ്ട്സ്, അതെന്ന് ഞാൻ പറയട്ടെ, എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു 5:30 സമയത്ത് ഞാൻ എഴുന്നേറ്റുണ്ടായിരുന്നു. വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. അതിനുശേഷം ഞാൻ രാവിലെ തന്നെ ചോറിൻ്റെ പണി നോക്കണം. അപ്പോഴത്തേക്ക് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് വേഗം വെക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. സാമ്പാർ കഷ്ണം എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും ഇവിടെ. 60 രൂപ അല്ലെങ്കിൽ 100 രൂപ. പച്ചക്കറികളുടെ വില അനുസരിച്ചിട്ട് 100 രൂപ വരെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ചീത്തയാവാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പുറത്ത് വെച്ചൊരു അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചില്ല. നീളത്തിൽ നേർങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ ചോറൊക്കെ അവിടെ തിളച്ച് വന്നിട്ട് റേഷനറി കൊണ്ട് അത് മൂടി വെച്ചാൽ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് അത് ഊറ്റിയെടുത്താൽ ചോറ് സെറ്റാവും. അപ്പോൾ അവിയൽ ഞാൻ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ കുറഞ്ഞ വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് തേങ്ങയും ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ, ജീരകം, എരിവിനാവശ്യമായ പച്ചമുളക് എടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒന്ന് നല്ലോണം അരിയാൻ പാടില്ല, ഇങ്ങനെയൊന്ന് എടുക്കുക. എന്നിട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പച്ചക്കറി സാധനങ്ങളൊക്കെ പെട്ടെന്ന് പണിയാനായിട്ട് ഞാൻ കുക്കറിലേക്ക് അടിച്ചതില്ല. ഇങ്ങനെ അടുപ്പത്ത് വെച്ച് വേവിച്ചാലും മതി. എന്നിട്ട് അത് ഞാൻ ബാക്കിയുള്ള വെള്ളമൊക്കെ വറ്റിക്കളയാൻ വേണ്ടി വെച്ചു. ശേഷം വെള്ളമൊക്കെ പോയതിന് ശേഷം അല്ലെങ്കിൽ വറ്റിയതിന് ശേഷം ഞാൻ തേങ്ങ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല പുളിപ്പുള്ള തൈരുണ്ടായിരുന്നു. തൈരും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ അവിയൽ ഏകദേശം റെഡി. ഇനി കടുകും ചുവന്ന മുളകും കറിവേപ്പിലയിട്ട് താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവിയൽ ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറി റെഡിയാക്കിയിട്ട് ചോറ് അവിടെ തിളച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ശേഷം ബ്രേക്ക്ഫാസ്റ്റിന് പണിയാൻ നോക്കുകയാണ്. രാവിലെ ഞാനൊന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. ഉപ്പുമാവിൽ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. ലൈറ്റ് മഞ്ഞ കളർ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിലിപ്പോൾ വെള്ളയാണ് കാണുന്നത് അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ലൈറ്റ് മഞ്ഞ കളറാണ് കേട്ടോ ഉണ്ടായത്. പിന്നെ തേങ്ങ ഒക്കെ ചിരകിയിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഷോർട്സായിട്ട് ഞാനൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലുണ്ടാവും എൻ്റെ റെസിപ്പി എങ്ങനെയാണ്. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് നല്ലൊരു രസമുള്ളൊരു ഉപ്പുമാവായിരുന്നു. ഇങ്ങനെ ഇട്ടത് കൊണ്ട് തന്നെ മധുരം ആയി നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ സാധാരണ ഉപ്പുമാവിൽ കറിയൊക്കെ ഒഴിച്ചാൽ കഴിക്കാറ്. പക്ഷേ ഇതിൽ പഞ്ചസാരയും പഴമൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോഴത്തേക്ക് ചേട്ടൻ ഏകദേശം പോകാനുള്ള സമയമാകുമ്പോഴത്തേക്ക് ചോറും എടുത്ത് വെച്ചു, അവിയലെടുത്ത് വെച്ചു. ഉണക്കമീനായിരുന്നു കേട്ടോ, അതും വെച്ചു. കുട്ടികളൊക്കെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചു. ഇതൊക്കെ എപ്പോഴും കാണിക്കേണ്ടതെന്ന് കരുതി ഞാൻ ഇന്നൊന്നും കാണിച്ചിട്ടില്ല. രണ്ടാളും ഭക്ഷണം കഴിക്കുകയാണ്. പഞ്ചസാരയൊക്കെ കൂട്ടി ഉപ്പുമാവ് കഴിക്കണം, ചൂടോടെ കഴിക്കാൻ രണ്ടാളും രാവിലെ തന്നെ കഴിക്കാതിരിക്കുന്നുണ്ട്. പിന്നെ ചായ ഒന്നും രണ്ടാൾക്കും വലിയ താല്പര്യമില്ല. പാൽച്ചയാണെങ്കിൽ ചിലപ്പോൾ കുടിക്കും. കട്ടൻ അങ്ങനെ കുടിക്കാൻ നിൽക്കാറില്ല. കട്ടനാണ് ഞങ്ങളധികം വെക്കാറുള്ളത്. ചേട്ടൻ ചോറ് കഴിച്ചു. ഉപ്പുമാവ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആൾ ചോറ് കഴിച്ചു. പിന്നെ കുട്ടി അടിപൊളി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിച്ചില്ല. എന്തോ ഒരു ട്രെൻഡില്ലേ, നമ്മൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇടുമ്പം ആദ്യം ചീത്തയായിട്ടുണ്ടാവും, നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഞൊടിച്ചാൽ പിന്നെ അടിപൊളിയാവുന്ന, അതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ആ സമയം കൊണ്ടൊന്ന് വിരിച്ച് വെച്ചു അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. പിന്നെ ചേട്ടൻ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. 8-8:30 എൻ്റെ ഉള്ളിലേട്ടൻ പോവും. അപ്പോൾ ഉള്ള സ്നേഹപ്രകടനങ്ങളാണ്. രണ്ടാളും കൂടി ഉമ്മ വെക്കലും കെട്ടിപ്പിടുത്തവും എനിക്കും കിട്ടും കേട്ടോ ഒരു ഉമ്മ. അത് കഴിഞ്ഞാൽ അതൊക്കെ എപ്പോഴും ചെയ്യാറുള്ളതാണ്. അത് കഴിഞ്ഞ് ആൾ പോകാൻ വേണ്ടി പോവാണ്. വണ്ടിയെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ച് ചോറൊക്കെ എടുത്ത് ഹെൽമെറ്റ് ഇട്ട് കൊടുക്കലും അച്ഛൻ ഗ്ലാസ് ഇട് എന്നൊക്കെ പറയണം. അച്ഛൻ ഇട്ടോളാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ശരി എന്ന് പറഞ്ഞ ആൾ വന്നു. ചേട്ടൻ ഇനി വരുമ്പോൾ ഒരു 6 മണി അല്ലെങ്കിൽ 6:30 ആവും. പിന്നെ മക്കൾ കയറി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചാണല്ലോ. ഞാനും അവരുടെ കൂടെ കഴിച്ചിരുന്നു. ഞാൻ പിന്നെ വീഡിയോയിൽ വരുന്നില്ലല്ലോ, അതൊക്കെ കാണാത്തത്. പിന്നെ ടി വി ഒക്കെ ഇരുന്ന് കണ്ടു. ഉച്ച സമയമായപ്പോൾ രണ്ടാളും ചോറുണ്ടു. ഞാനിന്ന് കഴിച്ചില്ല. എനിക്കിന്ന് എന്താ പറയുക, വിശപ്പ് തോന്നിയില്ല, അതുകൊണ്ട് കഴിച്ചില്ല. രണ്ടാളും കുറച്ച് നേരം ഇരുന്ന് ടി വി എല്ലാം കണ്ട്. ഇത് അവരും തന്നെ എടുത്ത് മോൻ ഫോട്ടോ എടുക്കാൻ നോക്കിയതാണ്. അതാണ് ഫോണിങ്ങനെ വല്ലാണ്ട് ഷെയ്ക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉച്ച സമയമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം കിടക്കാൻ നിന്നു. കുറച്ച് നേരം കുട്ടികളോട് കളിക്കും. അങ്ങനെ കുറച്ച് നേരം ക്യാരം ബോർഡ് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കളിക്കും. വെറുതെ ഇങ്ങനെ ഡോക്ടറൊക്കെ ആയി കളിക്കും. അങ്ങനെ സന്ധ്യാസമയമായപ്പം അവൻ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പം ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ, നാളെ ഞാൻ ടോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ഇത് ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു മിനി വ്ളോഗിലായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണേ. എൻ്റെ വ്യൂസൊക്കെ വളരെ കുറവാണ്. നിങ്ങളിപ്പോൾ ഉള്ളവർ ഹെൽപ്പ് ചെയ്താൽ തന്നെ വ്യൂസൊക്കെ കൂടുള്ളൂ. പിന്നെ വ്യൂസൊക്കെ ഇങ്ങനെ എപ്പോഴും നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നല്ലോണം കുറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ ഇടുന്നു എന്നുള്ള, അത്യാവശ്യം നല്ല വ്യൂസൊക്കെ കിട്ടി. ഇപ്പം ഇത്തിരി കുറവാണ് കാണിക്കുന്നത്. മോന് ഒരു ബ്രെഡ് ഓംലെറ്റ് അവൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇത്ര ഉപ്പ് മതി, ഇത്ര കുരുമുളക് മതി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അതിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ആളെ ഇഷ്ടത്തിന് തന്നെയാണ് ചെയ്യുന്നത്. ആൾ തന്നെ ചെയ്ത് നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. തക്കാളിയൊന്നും ഉപയോഗിച്ചില്ല, പച്ചമുളകൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ. അതൊന്നും വലിയ താല്പര്യമില്ലല്ലോ. സവാള ആകുമ്പോൾ പിന്നെ കഴിച്ചോളൂ. ഒരു മുട്ട എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാത്തിലും വെക്കുകയാണ്. രണ്ടാളും കൂടി കഴിക്കാനുള്ള പാകത്തിനും വന്നപ്പോൾ അച്ഛന് മാറ്റി വെക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ കഴിക്കുമ്പോൾ എന്തായാലും അച്ഛന് മാറ്റി വെക്കും. രണ്ടാളും ആരാണുള്ളത് അവർക്ക് അച്ഛൻ വേണ്ടതൊക്കെ മാറ്റി വെക്കും. പിന്നെ കുറച്ച് നേരം കളിച്ചൊക്കെ ഇരിക്കുമ്പോൾ ചേട്ടൻ വന്നപ്പോൾ വാഴക്കുപ്ര കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കത് നിൻ്റെ കയ്യിൽ അതിൻ്റെ കരിയാവും, അതിൻ്റെ കളറാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ മുറിച്ച് അതിൻ്റെ നാരൊക്കെ എടുത്ത് പോക്കി തന്നിട്ടുണ്ട്. ഇതാണ് ഇന്ന് രാത്രിത്തേക്കുള്ള ഡിഷ്. ഇത് ഉപ്പേരി വെക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. വേണ്ടവരൊന്ന് പോയി കണ്ടോളൂ കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കാണാൻ മറക്കരുത്. പിന്നെ രാത്രിത്തേക്കുള്ള ചോറിൻ്റെ പണിയും നോക്കി അങ്ങനെ
കുറച്ച് പിന്നെ രാത്രി ഇത്തിരി പരിപ്പ് കറിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പരിപ്പ് കറി ഉണക്കമീനും വാഴക്കൊപ്പുറം ഉപ്പേരിയൊക്കെ കൂട്ടി ചോറ് കഴിച്ചു. ഞങ്ങളെല്ലാവരും കുറച്ച് നേരം കൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങി. അപ്പോൾ സപ്പോർട്ട്